ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം ഒരു റെസിപ്പി ആയിട്ട് വന്നേക്കാം കേട്ടോ. അതായത് നമുക്ക് വലിയ പെരുന്നാളൊക്കെ വരാൻ പോകുമല്ലോ, അപ്പോൾ കുറേ ഇറച്ചിയും ബീഫും ഒക്കെ എല്ലാവർക്കും കിട്ടുമല്ലോ. അപ്പോൾ ഒരു ഇടിയിറച്ചി ഉണ്ടാക്കി അത് സ്റ്റോർ ചെയ്ത് വെച്ചാലോ. എനിക്ക് കുറച്ച് ഇറച്ചി, അത് പെരുന്നാളോടനുബന്ധിച്ചല്ല, അല്ലാതെ കുറച്ച് ഇറച്ചി കിട്ടിയായിരുന്നു. അപ്പോൾ അതിനകത്തൊരു 1/2 കിലോ ഇറച്ചി എടുത്തിട്ട് ഒരു ഇടിയിറച്ചി, അതായത് ഇൻസ്റ്റൻറ്റ് ഇടിയിറച്ചി, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ഉള്ള ഒരു ഇടിയിറച്ചി ഉണ്ടാക്കാൻ ഒരാഗ്രഹം. അപ്പം ഞാൻ നേരെ കഴുകി വൃത്തിയാക്കി നമ്മുടെ കുക്കറിലേക്ക് ഇറച്ചിയും പിന്നെ കൂടെ ഒരു 3-4 വെളുത്തുള്ളി ചതച്ചത്, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ചിട്ട് കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു സ്പൂൺ എല്ലാ സ്പൈസസ് എല്ലാം കൂടെ പൊടിച്ച ഒരു ഗരം മസാല ഉണ്ടല്ലോ അത്, പിന്നെ ഒരു 1/2 സ്പൂൺ ബീഫ് മസാല, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ല ഒരു സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കിനും ഇച്ചിരി വെള്ളം, അതായത് ആ ഇറച്ചി വേകുന്നതിന് വേണ്ടി ഒരു ഇത്തിരി വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഒരു 2-3 സ്പൂൺ വെള്ളം അത്രേ ഒഴിച്ചിട്ടുള്ളൂ. എന്നിട്ടൊന്ന് വിസിലടുപ്പിക്കാൻ വെച്ചു. ഒരു 3-4 വിസിലടിച്ചപ്പോഴത്തേക്കിനും നമ്മുടെ ബീഫ് ഇതേപോലെ നല്ല വരണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങളത് വറ്റിച്ചെടുക്കാൻ നോക്കുക. അപ്പം നല്ല വരണ്ട് അത് കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ മാറ്റി വെച്ച് പിന്നെ അതെടുത്തിട്ട് നേരെ മിക്സിയിലേക്ക് ഇട്ടു. അതായത് നമുക്കൊന്ന് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കണം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതായത് ഇങ്ങനെ നൂല് പോലെ വിട്ട് കിട്ടുന്ന രീതിക്ക് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ മിച്ചറൊക്കെ കിടക്കുന്ന പോലെ നല്ല നാരോടുകൂടി സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് ഇത് മൊരിയിച്ചെടുക്കത്തക്ക വിധത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അധികം വെളിച്ചെണ്ണ ഒഴിക്കേണ്ട കേട്ടോ, കാരണം ഇത് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഇത് ആ ഒരു എണ്ണ കുടിക്കും. അപ്പോൾ അധികം ഒഴിക്കേണ്ട, ഒരു 2 സ്പൂണൊക്കെ ഒഴിച്ച് അതിനകത്തിട്ട് മൊരിയിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇത് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചിട്ട് അത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അതായത് ഒന്ന് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഇളക്കാൻ നിൽക്കണം, ആദ്യം ഒരുപാട് ഇളക്കാൻ നിൽക്കേണ്ട, ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും പിന്നീട് നല്ലോണം ഇളക്കാൻ നിന്നാൽ മതി. ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കുക, അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതൊന്ന് മൂക്കുന്ന സമയത്തേക്ക് ഞാൻ നമ്മൾക്ക് മസാല ചേർക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് തേങ്ങക്കൊത്ത് ആവശ്യമുണ്ട്. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്കത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 3-4 പീസ് ഒരു തേങ്ങയുടെ ഇതെടുത്തിട്ട് ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ കറിവേപ്പില, പിന്നെ വറ്റൽ മുളക് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഒരു 10-15 വെളുത്തുള്ളി അല്ല ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സവാള കിട്ടുന്നവർക്ക് സവാള വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ചുമന്നുള്ളി കുറച്ചും കൂടെ ടേസ്റ്റ് ആയതുകൊണ്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും നമ്മുടെ എന്താ പറയുക, ആ ഒരു ഇറച്ചിയൊക്കെ പകുതി മൂത്ത് വന്നായിരുന്നു. ഞാനിതൊക്കെ അരിഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നീട് നല്ലോണം പിന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ പെട്ടെന്നാണ് ഇത് കയറി മൂക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുറച്ച് ഡ്രൈ ആയി തന്നെ കിട്ടണം. ഇടിയിറച്ചി എന്ന് പറയുമ്പോൾ ഡ്രൈ ആണല്ലോ, അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഇളക്കി മൂത്ത് ഇങ്ങനെ എടുക്കുക. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തും നമ്മുടെ വെളുത്തുള്ളിയും പിന്നെ വറ്റൽ മുളക് ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കളർ, അത് തേങ്ങാക്കൊത്തിൻ്റെ ഒരു കളറ് ജസ്റ്റ് ഒരു ഗോൾഡൻ ആയി വന്നപ്പോഴത്തേക്കിനും ആ ഒരു ചുമന്നുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഞാൻ ഈ ചുമന്നുള്ളി വേകാൻ വേണ്ടി ഉപ്പൊന്നും ചേർത്തില്ല, കാരണം ഓൾറെഡി ബീഫിനകത്ത് കുറച്ച് ഉപ്പ് ഉണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ചേർത്തില്ല. പിന്നെ ഒന്ന് വഴണ്ടി വന്നു കഴിയുമ്പം എരിവ് ഇനിയും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. എരിവ് അധികം വേണ്ടാത്തവർക്ക് അത് ചേർക്കണ്ട, ഞാൻ കുറച്ച് ചേർത്തുന്നുള്ളത്. നല്ലൊരു ടേസ്റ്റാണല്ലോ നമ്മൾ കുരുമുളക് ചേർത്ത് കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ ബീഫ് മൂപ്പിച്ച ആ ഒരു ബീഫും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ ഒന്ന് ചൂട് കയറിയാൽ മതി, കാരണം ഓൾറെഡി ബീഫ് നല്ല വെന്തിരിക്കുകയാണ്. പിന്നെ ഈ ഉള്ളി നല്ലോണം വഴലാൻ നോക്കണം. ഞാനിപ്പോൾ പെട്ടെന്ന് തിന്നാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയൊന്നും എടുത്തിട്ടേ ഉള്ളൂ. സ്റ്റോർ ചെയ്തൊക്കെ വെക്കണമെങ്കിൽ കുറച്ചൊന്നും കൂടെ നല്ല മൂപ്പിച്ചെടുത്താൽ അടിപൊളിയായിരിക്കും. എന്നിട്ട് നേരെ ഞാൻ ഒരു പ്ലേറ്റിനകത്തേക്ക് കൂട്ടി നല്ല രീതിക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്ന ഒരു സംഭവമാണല്ലോ, ഉണങ്ങി വരുന്ന സംഭവമല്ല. അപ്പം കുറച്ച് ദിവസം തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും അല്ലെങ്കിലൊക്കെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ആ ഒരു ഇടിയിറച്ചി കിട്ടി കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടും ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമെന്ന് കരുതില്ല. നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി എന്താ പറയുക ബീഫിൻ്റെ ഒരു റെസിപ്പി ആയിരുന്നു. ഇപ്പോൾ വലിയ പെരുന്നാളൊക്കെ വരുന്നതുകൊണ്ട് കുറേ ബീഫൊക്കെ കിട്ടുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ.